ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റലിയിൽ വന്നിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിൽ ഞാൻ പറയുന്നത് എൻ്റെ വിസ കാറ്റഗറിയുടെയാണ്. സോ ഓരോ വിസ കാറ്റഗറിക്കും ചില അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. സോ എൻ്റെ വിസ കാറ്റഗറി എന്ന് പറയുന്നത് ലോങ് ടേം റീസർച്ചർ ഡി വിസയാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഈ പ്രിഫത്തൂറ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫത്തൂറ എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഫോം കിട്ടും. അപ്പോൾ നമ്മൾ അതിനുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം. ഒരു മാസം ഒക്കെ ടൈം എടുക്കും മിനിമം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. സോ ലാസ്റ്റ് വീക്ക് എൻ്റെ പ്രിഫത്തൂറ കഴിഞ്ഞു. അപ്പോൾ പ്രിഫത്തൂറയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റെൻ്റൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നോട്ടറി ഡീഡ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്താണോ നിൽക്കുന്നത് ഇത്ര മാസത്തോളം അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഉള്ളൊരു കോൺട്രാക്റ്റ് വേണം. അല്ലെങ്കിൽ നോട്ടറി ഡീഡ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അടങ്ങണ ഒരു ആധാരം എന്ന് ഞാൻ പറയില്ല, കൈൻഡ് ഓഫ് അതൊക്കെ പോലത്തെ ഉള്ളൊരു ഡോക്യുമെൻ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഹോസ്റ്റിൻ്റെ, അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അതിപ്പോൾ കോൺട്രാക്ട് ബേസ്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നോട്ടറി ഡീഡിലാണെങ്കിലോ അവരുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പി, അതായത് ഐഡൻറ്റിറ്റി കാർഡ് ഡോക്യുമെൻസിൻ്റെ ഒരു കോപ്പിയും അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് ഐഡോനീറ്റ അലോജിറ്റീവ എന്ന് പറയുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ വീട്ടിൽ ഇത്ര ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഐഡോനീറ്റ അലോജിറ്റീവ. സോ അതും നിങ്ങളിതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു മാസമൊക്കെ എടുക്കും അതും കിട്ടാനായിട്ട്. ഇവിടെ വന്നിറങ്ങിയിട്ട് അപ്പം തുടങ്ങും ഈ ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇവിടെ വന്ന് ലാൻഡ് ചെയ്താൽ ഫസ്റ്റ് 48 hours നിങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെയുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ സെറ്റിലായി, ബേസിക്കലി ഹൗസ് ഓണർ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അതിനൊരു പെർട്ടിക്കുലർ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഇനി പ്രിഫത്തൂറ കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സും പിന്നെ നിങ്ങളുടെ കുറച്ച് ഈ നല്ല ഓസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, പിന്നെ കോൺട്രാക്ട്സ് കോളേജിലെ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ വർക്ക് കോൺട്രാക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കിറ്റിലിട്ട് സബ്മിറ്റ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് കൊടുത്താൽ അവർ നിങ്ങൾക്കൊരു റെസിപ്റ്റ് തരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന് നമ്മളൊരു തബാച്ചി ഷോപ്പ് എന്ന് പറയും. അതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൊബാക്കോ ഷോപ്പാണ്. അവിടെ പോയിട്ട് നമ്മൾ 16 euros ഒരു സ്റ്റാമ്പ് എടുക്കണം. അപ്പോൾ അതെ, ഇതാണ് എൻ്റെ അടുത്ത് ഞാൻ കണ്ടുപിടിച്ച തബാച്ചി ഷോപ്പ്. ഇനി ഇവിടെ നിന്ന് ഞാനൊരു 16 euros സ്റ്റാമ്പ് എടുക്കണം. സോ ഇതാണ് ഇവിടുന്ന് കിട്ടിയ 16 euros സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. സോ ഓൾറെഡി നമുക്കൊരു കവറ് പ്രിഫത്തൂറയിൽ നിന്ന് തന്നിട്ടുണ്ടാവും, അത് നമ്മൾ പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. പോസ്റ്റ് ഇറ്റാലിയാനോ എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റ് ഓഫീസിലും, ഏത് പോസ്റ്റ് ഓഫീസിലും നമുക്ക് പോയിട്ട് ഇറ്റലിയിലുള്ളത് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ എന്നാലും ചില പോസ്റ്റ് ഓഫീസുകാർ അത് എടുക്കുന്നുണ്ടാവില്ല. സോ ഫസ്റ്റ് ഐ വിൽ ഗോ ആൻഡ് സീ, അടുത്ത ഏതെങ്കിലും നോക്കണം, എന്നിട്ട് അവിടെ പോയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടുപിടിക്കണം. ഇതുപോലത്തെ ഒരു കവറാട്ടോ പ്രിഫത്തൂറയിൽ നിന്ന് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ കോളേജിലെ കോൺട്രാക്റ്റ് ഉണ്ട്, പിന്നെ നല്ല അവസ്ഥയുണ്ട്, എൻ്റെ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും ഓരോ കോപ്പീസുണ്ട്. ഇതൊക്കെ കൊണ്ടാണ്, പിന്നെ അവർ പ്രിഫത്തൂറിൻ്റെ അവിടെ നിന്ന് തന്ന ഒരു ചെക്ക് ലീഫ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 16 euros ഒരു സ്റ്റാമ്പും കൂടെ വേണം. ഇതെനിക്ക് കോളേജിൽ നിന്ന് തന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ കണ്ടോ, പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഈ 70.46 euros 30 euros പേ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ കൊടുക്കേണ്ടത്. ആൻഡ് അവരൊരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്നവരെ അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. ഇവിടെ മുക്കിന് മൂലയ്ക്കൊക്കെ തബാച്ചി ഷോപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഈ സ്റ്റാമ്പൊക്കെ കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ എനിക്കറിയില്ല ഇവരെന്തിനിങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്.
അങ്ങനെ കമ്പാരിറ്റീവ്ലി അടുത്തുള്ളൊരു പോസ്റ്റ് ഇറ്റാലിയനാണ് ഞാനിവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. സോ എന്താവും എന്നുള്ളത് അറിയില്ല, ഇനി ഉള്ളിൽ പോയിട്ട് നോക്കാം. ജനറലി ഞാനിവിടെ ഒബ്സർവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര കൈൻഡ്. അവിടെ ജനറലി ആൾക്കാർ കൈൻഡാണ്, പക്ഷേ ഓൾഡ് ആയിട്ടുള്ളവർ കുറച്ചും കൂടെ കൈൻഡാണ്. അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പം പോയ പോസ്റ്റ് ഓഫീസിൽ ആക്ച്വലി എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അവരാണ് പറഞ്ഞത് കൊർദൂസ്യ പോകാനായിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഭാഷ ആക്ച്വലി നല്ല പണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് യൂണിവേഴ്സിറ്റിനുള്ളിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ സൂപ്പർ മാർക്കറ്റ് പോയാൽ ഇതുപോലെ പോസ്റ്റ് ഓഫീസ് നന്നായിട്ട് കഷ്ടപ്പെടും. ഞാനിപ്പോൾ പോണ വഴിക്ക് ലൈക്ക് ഇവിടെ ഇങ്ങനെ ഓരോ മാർക്കറ്റ്സ് ഉണ്ടാവും ഓരോ ദിവസം. എന്ന് വെച്ചാൽ മൺഡേയിൽ, ചിലപ്പം വെനസ്ഡേയ്സിലൊക്കെ. ഇന്ന് വെനസ്ഡേ ആണ്. വ്ളോഗ് എടുത്ത് നടക്കുന്നതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഞാനൊരു മലയാളീനെ പരിചയപ്പെട്ടു. സോ മറ്റേ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഞാൻ വേറെ ട്രാൻസ്പോർട്ടേഷൻ എടുത്തില്ല, നടക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ് ടൈം ഉണ്ടാവും, പിന്നെന്താ ലൈക്ക് സമയം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു നടക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിലെത്തും. ആകെ 800 മീറ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് മാർക്കറ്റും കണ്ടു, മലയാളീനെയും പരിചയപ്പെട്ടു. സോ വ്ളോഗ് എടുക്കുന്നത് ഈസ് ഗുഡ്. കർദൂസിയോയിലുള്ള പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഒരു മെയിൻ പോസ്റ്റ് ഓഫീസാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെയുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമായിരിക്കുന്നു. എന്നാലും ലൈക്ക് ആദ്യം പോയതിനേക്കാളും ഭേദമായിരുന്നു. അത്യാവശ്യം അവർ കുറച്ചും കൂടെ സംസാരിച്ചു. ഇതൊരു മെയിൻ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വെയിറ്റ് ഒക്കെ ചെയ്തു. കാരണം ഒരു കൗണ്ടറിൽ മാത്രമേ ഇത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഈ ദിവസം. അങ്ങനെ എൻ്റെ വലിയൊരു തലവേദന കഴിഞ്ഞു. സോ ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കസ്തൂരയുടെ, അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്സും, പിന്നെ ഞാനിവിടെ പേ ചെയ്തതിൻ്റെ റെസിപ്റ്റും, പിന്നെ ഈ ഒരു സാധനമാണ് ലൈക്ക് എനിക്കിനി പെർമിറ്റ് കിട്ടുന്നത് വരെയുള്ള ഞാൻ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സംഭവം. ലൈക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോഴും പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് എപ്പോഴും കൊണ്ട് നടക്കണം. സോ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോഴും ഇപ്പം എൻ്റെ കയ്യിൽ വെക്കേണ്ട ഒരു സാധനമാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് ഞാനിനി കസ്തൂരയിൽ പോകുമ്പം കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകണം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ വലിയൊരു തലവേദന തീർന്നു. കാരണം എനിക്ക് കമ്പാരിറ്റീവ്ലി പ്രിഫത്തൂറയാണെങ്കിലും ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഡേറ്റ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നതിനേക്കാളും നേരത്തെ എനിക്ക് കിട്ടി. എനിക്ക് April 4 ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് 20th മാർച്ചാണ്, വിച്ച് ഇസ് ലൈക്ക് ഒരു ഹാർഡ്ലി 2 weeks ടൈമാണ്. പൊതുവെ ഒരു മാസത്തെ കുറഞ്ഞൊന്നും ഞാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയതായിട്ടേ കേട്ടിട്ടില്ല. സോ ഇന്നാണ് 2 weeks കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് April 4. അപ്പോൾ ഇന്നാണ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ടച്ച് വുഡ് എന്താ പറയുക, ആർക്കും ഇത്ര പെട്ടെന്ന് കിട്ടിയതായിട്ട് എനിക്ക് അറിയില്ല. എന്നുവെച്ചാൽ കിട്ടിക്കാണും, പക്ഷേ എനിക്ക് ചോദിക്കണവരൊക്കെ പറയണം നിനക്ക് മാത്രം എന്താ ഇത്ര വേഗം കിട്ടിയത്, നിനക്ക് മാത്രം എന്താ ഇത്ര വേഗം കിട്ടിയത് എന്നാണ്. ഭാഗ്യം വേഗം കിട്ടിയത്. അവരൊക്കെ കുറേ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനുവരിയിൽ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഡിസംബറിൽ കൊടുത്തവരൊക്കെ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കിപ്പം കിട്ടി. ഇനിയിപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സോ ഇത് കുറേ ഫാക്ടേഴ്സിനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യും. ഒന്നെന്ന് പറയണത് നിങ്ങൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെന്താ, പിന്നെ ലൈക്ക് സപ്പോസ് ഇപ്പോൾ അന്നത്തേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് വല്ലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. സോ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്. സോ പോയിട്ട് നോക്കാം. എനിക്ക് ആകെ ഒരൊറ്റ കൺസേണേ ഉള്ളൂ, എനിക്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ അവിടുത്തെ അവരൊക്കെ ലാംഗ്വേജ് പറയുമെന്നും എനിക്കറിയില്ല. ആക്ച്വലി ഐ ലുക്ക് സോ ടയേർഡല്ലേ, ഞാൻ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ്. ആൻഡ് ഇനി പോയി നോക്കാം. ഇതാണ് എനിക്ക് അവർ തന്ന പോലീസ് സ്റ്റേഷൻ. എൻ്റെ റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് നിയർ ആയിട്ടുള്ളത് ഇതാണ്. ഓൾമോസ്റ്റ് ഒരു 40 minutes ട്രാവൽ ഉണ്ടായിരുന്നു. 9:37 അപ്പോയിൻമെൻറ്റ്, പക്ഷേ ഞാനൊരു 9:25 ആയപ്പോൾ എത്തി. സോ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് പോയിട്ട് നോക്കട്ടെ. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പിങ്ങും കൈൻഡും ആയിരുന്നു. ആസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലാംഗ്വേജ് പ്രശ്നമാവുമോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈവൻ ദോ അവർ എല്ലാവരും അങ്ങനെ സംസാരിച്ചില്ലെങ്കിലും ദേ ട്രൈഡ് ദെയർ മാക്സിമം. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ബേസിക്കലി അവർ സർട്ടൻ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും, ഈ പേപ്പറിൽ മെൻഷൻ ചെയ്തത് അത് നമ്മൾ അവർക്ക് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ എല്ലാ ലൈക്ക് 5 ഫിംഗേഴ്സും
2 കൈയിലെയും പാമും ഒക്കെ വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. ആൻഡ് ദേ വിൽ ടേക്ക് കംപ്ലീറ്റ് കെയർ ഓഫ് ഇറ്റ്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട, അവർ തന്നെ വെച്ച് ചെയ്യിപ്പിച്ചോളും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, അവരെന്തൊക്കെയോ വെരിഫൈ ചെയ്യും. അപ്പോൾ ആ വെരിഫൈ ഒരു 10-15 മിനിറ്റ്സ് എടുത്തു. അത് കഴിഞ്ഞ് അവർ പൊക്കോളൂ എന്ന് പറയും. പിന്നെ നമുക്ക് 1 മാസത്തോളം ടൈം ഉണ്ടാവും. ആ ടൈമിനുള്ളിൽ പെർമിറ്റ് കാർഡ് വരുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യണം, അവർ ഫോണിൽ മെസ്സേജ് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നോക്കണം. സോ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്.